നമസ്കാരം. മിഡിൽ ഈസ്റ്റിലെ യുദ്ധം, അമേരിക്കയും ഇസ്രായേലും ചേർന്ന് ഇറാനെ അടിച്ചുകൊണ്ടിരിക്കുന്ന യുദ്ധം, അല്ലെങ്കിൽ ഇറാൻ രണ്ടുപേരെയും തല്ലിക്കൊണ്ടിരിക്കുന്ന യുദ്ധത്തിന് 32 ദിവസം പ്രായം. ഈ 32 ദിവസം കഴിയുമ്പോൾ നമ്മളൊന്ന് തിരിഞ്ഞു നോക്കിയാൽ അമേരിക്കയുടെ കാര്യം വളരെ കഷ്ടം, ഇസ്രായേലിന്റെ കാര്യം അതിലും കഷ്ടം. ഇതിലേറ്റവും വലിയ ഒരു പ്രതിസന്ധി അനുഭവിക്കുന്നത് ഗൾഫ് രാജ്യങ്ങളാണ്. ആ ഗൾഫ് രാജ്യങ്ങളുടെ ഗതി എന്ന് പറഞ്ഞാൽ അതിദയനീയം. കാരണം ഗൾഫ് രാജ്യങ്ങളിൽ, GCC രാജ്യങ്ങൾ, ഇറാൻ ഒഴികെയുള്ള മറ്റ് രാജ്യങ്ങളിലെല്ലാം അമേരിക്കയുടെ താവളങ്ങളുണ്ട്. ആ താവളങ്ങൾ അവിടെ സ്ഥാപിക്കാൻ അനുമതി കൊടുത്തത് ഇറാനിൽ നിന്ന് അല്ലെങ്കിൽ അതുപോലെ മറ്റാരിൽ നിന്നും തങ്ങൾക്ക് സംരക്ഷണം കിട്ടും എന്ന് പ്രതീക്ഷിച്ചിട്ടുണ്ടാണ്. ആരെങ്കിലും ആക്രമിക്കാൻ വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ നോക്കും എന്ന് പറഞ്ഞുകൊണ്ട് മിഡിൽ ഈസ്റ്റിലെ മിക്കവാറും എല്ലാ രാജ്യങ്ങളിലും അമേരിക്ക ബേസ് ഉണ്ടാക്കി പട്ടാളക്കാരെ ഇറക്കി അവിടെ അവരിഷ്ടത്തിന് ഇങ്ങനെ സ്വന്തം രാജ്യം പോലെ ഉണ്ടാക്കണം. അത് ലോകം മുഴുവൻ വെട്ടിപ്പിടിക്കാനുള്ള ഒരു നീക്കം എന്ന് കരുതിയാൽ മതി. ഈ പാവം അറബികളെ പറഞ്ഞ് പറ്റിച്ചതാണ്. അതിപ്പോ ഇറാനുമായിട്ടുള്ള യുദ്ധം കണ്ടപ്പോൾ മനസ്സിലാക്കാൻ ചെയ്തു. സത്യത്തിൽ ഇപ്പൊ പെട്ടത് ഈ അറേബ്യൻ രാജ്യങ്ങളാണ്. ഒമാനായാലും സൗദി ആയാലും മറ്റു രാജ്യങ്ങളുമാണ്. കാരണം ഇറാൻ കണ്ണും പൂട്ടി ഈ രാജ്യങ്ങളെ ആക്രമിക്കുന്നുണ്ട്. ഈ അമേരിക്കൻ ബേസ് അവിടെ സ്ഥാപിച്ചിട്ടുണ്ട് എന്നൊറ്റ കാരണം കൊണ്ട് ആക്രമിക്കുന്നുണ്ട്. പക്ഷെ അവർക്ക് ആർക്കും അടിക്കാൻ പറ്റുന്നില്ല. അമേരിക്കയായിട്ട് സഹായത്തിന് വരുന്നില്ല. GCC രാജ്യങ്ങൾ ആരെങ്കിലും ആക്രമിക്കുകയാണെങ്കിൽ അവരെ ഞങ്ങൾ സഹായിക്കും എന്ന് വാഗ്ദാനം കൊടുത്തിട്ടാണ് ഈ പട്ടാളക്കാരെയും ഈ കൂടുമുടുക്കെല്ലാം അവിടെ സ്ഥാപിച്ചത്. പക്ഷെ അവിടെ നിന്ന് അനങ്ങാൻ പോലും കഴിയാത്ത വിധത്തിൽ ഈ അറബ് രാജ്യങ്ങളുടെ അമേരിക്കൻ ബേസുകളെ ഇറാൻ തീർത്തു. ഇതാണ് അതിന്റെ വസ്തുത. അവർ തിരിച്ചടിക്കാനോ ഒന്നിനും പറ്റുന്നില്ല. അതായത് ഇപ്പോഴത്തെ അവസ്ഥയിൽ അറേബ്യൻ രാജ്യങ്ങളെല്ലാം കുടുങ്ങി അമേരിക്കയെ വിശ്വസിച്ച് അവർ പിന്നാലെ പോയത് സംഗതി പെട്ട് ഇരിക്കുകയാണ് ഇപ്പോഴത്തെ അവസ്ഥ. ഇനി ഇറാനോടൊപ്പം സഖ്യകക്ഷി ആയിക്കൊണ്ട് ഇറാന്റെ സംരക്ഷണത്തിൽ ഈ പറയുന്ന അറബ് രാജ്യങ്ങൾ നിലനിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അതായിരിക്കും നല്ലതല്ലെങ്കിൽ അതാണ് വേണ്ടതെന്നൊരവസ്ഥയിലേക്ക്, ഇനി അതേ സാധിക്കും എന്നുള്ളൊരവസ്ഥയിലേക്ക് വന്നിട്ടുണ്ട്. ഇനി അല്ലാന്നുണ്ടെങ്കിൽ റഷ്യയോ ചൈനയോ ആരെങ്കിലും ഒക്കെ വരണം. പക്ഷെ അതിനേക്കാൾ എളുപ്പം ഇറാനുമായി ഒരു നല്ല ബന്ധം സൂക്ഷിക്കുന്നതാണ്. കാര്യം ഇറാനെ അങ്ങോട്ട് ആരും കയറി ആക്രമിച്ചുള്ള ശീലമില്ലല്ലോ. അതുകൊണ്ട് ഇറാനെ കയറി ആക്രമിക്കാത്തടത്തോളം കാലം ഇറാൻ സംരക്ഷിക്കാമെന്ന് പറഞ്ഞാൽ വാക്കുകൊണ്ട് വിശ്വസിക്കാൻ പറ്റുന്ന ഒരു രാജ്യമായി ഇറാൻ മാറിയിരിക്കുകയാണ്. അമേരിക്ക തങ്ങളുടെ പഠിച്ച പണി 18 നോക്കുന്നു. അമേരിക്ക ആദ്യം തന്നെ ചെയ്തത്, ഇസ്രായേലും അമേരിക്കയും കൂടി ആദ്യം ചെയ്തത്, ഇറാന്റെ ഭരണാധികാരികളെ മൊത്തം ഏതാണ്ട് 10-29 പേര് മരിച്ചു. ഒരൊറ്റ നിമിഷം കൊണ്ട് ഒരു രാജ്യത്തിന്റെ 10-29 ഭരണാധികാരികൾ അങ്ങോട്ട് തീർന്നു. നമുക്കറിയാം ഇറാഖിൽ ഒരൊറ്റ ഭരണാധികാരി സദ്ദാം ഹുസൈൻ തീർന്നതോടെ ഇറാഖിന്റെ കഥ കഴിഞ്ഞു. ഇതേ അമേരിക്ക തന്നെയായിരുന്നു ഒരു വശത്ത്. മറുഭാഗത്ത് അമേരിക്കയും ഇസ്രായേലും ഉണ്ട്. ഇവിടെ അമേരിക്കയും ഇസ്രായേലും ചേർന്ന് ഇറാന്റെ 29 ഭരണാധികാരികളെ, അവരുടെ പരമപ്രധാനി അടക്കമുള്ള മുഴുവൻ ആൾക്കാരെയും അങ്ങ് തട്ടിക്കളഞ്ഞു. പക്ഷെ പിന്നീട് നമ്മൾ കാണുന്നത് പതിവിന് വിപരീതമായി ഉയർത്തെഴുന്നേൽക്കുന്ന, സാധാരണഗതിയിൽ ലോകത്ത് സംഭവിക്കുന്നതിനേക്കാൾ മറ്റു രീതിയിൽ ഉയർത്തെഴുന്നേൽക്കുന്ന ഒരു രാജ്യമാണ്. അതായത് എത്ര തലമുറ ഭരണാധികാരികളെ കൊന്നൊടുക്കിയാലും എങ്ങനെ സിസ്റ്റം വർക്ക് ചെയ്യണമെന്ന് കൃത്യമായി പ്ലാൻ ചെയ്ത് ഈ അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും അടി പ്രതീക്ഷിച്ചിരുന്ന ഒരു പ്രതീതിയാണ് അവരിൽ നിന്ന് വരുന്നത്. അതാണ് സത്യമെന്ന് ഇപ്പോൾ അവരുടെ പ്രവൃത്തികൾ കാണുമ്പോൾ നമുക്ക് ബോധ്യപ്പെടുന്നുണ്ട്. അവരുടെ ഭരണാധികാരികളിൽ ആരൊക്കെ എങ്ങനെ കൊല്ലപ്പെട്ട് കഴിഞ്ഞാലും കൃത്യമായി അത് എന്തൊക്കെ ചെയ്യണമെന്ന് വളരെ വ്യക്തമായി ആദ്യം തന്നെ തീരുമാനിച്ചു വെച്ചു എന്ന് മാത്രമല്ല, ഏത് അടിയന്തര സിറ്റുവേഷനും നേരിടാനുള്ള എല്ലാ കാര്യങ്ങളും ആദ്യമേ തന്നെ ചെയ്തു വെച്ചു. ഇറാന്റെ ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ മറ്റ് രാജ്യങ്ങൾ കയറി അടിക്കുമ്പോൾ അവർക്ക് ഈ വ്യോമാക്രമണങ്ങളെ തടയിടാൻ പറ്റുന്ന ഒരു അന്തരീക്ഷമല്ല. നമുക്കറിയാം ഇസ്രായേലില് വലിയ ബങ്കറുകളും മറ്റെല്ലാ സംവിധാനങ്ങളും ഉണ്ട്. പെട്ടെന്നൊന്നും അവിടെ ആളപായം കൂടില്ല. വളരെ അറിയാതെ പെട്ടെന്ന് അങ്ങനെ ഇപ്പോൾ ഇറാന്റെ മിസൈലുകൾ വന്ന് വീഴുന്നത് പോലെ വളരെ പെട്ടെന്ന് വന്ന് വീണാൽ മാത്രമാണ് ആളപായം ഉണ്ടാകുന്നത്. സാധാരണഗതിയിൽ അങ്ങനെ എന്തെങ്കിലും മാനത്ത് കണ്ടാൽ തന്നെ എല്ലാവർക്കും ബങ്കറിലേക്ക് പോകാനും സുരക്ഷിതരാകാനും ആളപായം ഇല്ലാത്ത വിധത്തിൽ എല്ലാവരെയും രക്ഷപ്പെടുത്താനുമുള്ള എല്ലാ സംവിധാനങ്ങളും അവിടെ ഉണ്ട്. പക്ഷെ ഇറാനിൽ അതില്ല. അത്തരത്തിലൊരു സംവിധാനം ഇല്ലാത്തത് കൊണ്ട് തന്നെ അവിടുത്തെ ഭരണാധികാരികളെ ആദ്യം തട്ടുമെന്ന് അവർക്കറിയാമായിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. അമേരിക്കയും ഇസ്രായേലും കൂടി ആദ്യം തന്നെ ആയത്തുള്ള ഖമേനി അടക്കമുള്ള മുഴുവൻ ആൾക്കാരെ ആദ്യം തന്നെ തട്ടിയിട്ടും ഇറാന് അതൊന്നും ഏച്ചിട്ടില്ലെന്ന് മാത്രമല്ല, അങ്ങനെ ഒരു സംഭവം നടന്നു എന്നുള്ള ഒരു തോന്നൽ പോലും ഇല്ലാതെയാണ് 32ാമത്തെ ദിവസവും അടിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് മനസ്സിലാക്കണം. ഒരു വികേന്ദ്രീത ഒരു യുദ്ധം. അവിടെയാണ് അമേരിക്ക പിന്മാറ്റം നടത്താൻ ഉദ്ദേശിക്കുന്നത്. ഇത് പിന്മാറാൻ വേണ്ടിയിട്ട് പല നാടകങ്ങളും പറയുന്നുണ്ട്, ചില അന്ത്യശാസനങ്ങൾ കൊടുക്കുന്നുണ്ട്. ആദ്യം പറഞ്ഞു ഞങ്ങൾ യുദ്ധം ജയിച്ചു, ഞങ്ങളത് പിന്മാറുന്നു എന്ന് പറഞ്ഞപ്പോൾ ഇറാൻ പറഞ്ഞു പോകാൻ വരട്ടെ, തീരുമാനം ഉണ്ടാക്കിയിട്ട് പോയാൽ മതി. അങ്ങനെ വീണ്ടും വരേണ്ടി വന്നു. ഇപ്പൊ വീണ്ടും കുറെ അന്ത്യശാസനങ്ങൾ കൊടുത്തു, അതും ഇറാൻ തള്ളി. അതായത് ഒരു നിലയ്ക്കും അമേരിക്കയ്ക്ക് ഊരിപ്പോകാൻ പറ്റാത്ത അവസ്ഥയിൽ ഇപ്പൊ ഇറാന്റെ ഭരണാധികാരികൾ ഞങ്ങളോട് കാലുപിടിച്ച് പറയുന്നു, ഇനിയിപ്പോ ഞങ്ങൾ അടിക്കരുത്, ഞങ്ങളുടെ രാജ്യത്തൊന്നും ചെയ്യരുത്. അതുകൊണ്ട് അവരങ്ങനെ കാലുപിടിച്ച് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ അമേരിക്ക യുദ്ധം നിർത്തുന്നു. അവിടെ ഭരണമാറ്റം ഉണ്ടായി, പട്ടാളക്കാരെല്ലാം തീർന്നു.
ഇറാൻ തീർന്നു, കംപ്ലീറ്റ് കാര്യങ്ങൾ തീർന്നതുകൊണ്ട് ഞങ്ങൾ നിർത്തുന്നു എന്ന് പറഞ്ഞിട്ട് പൊക്കങ്ങ് പോകണം. അതായത് നാണം കെട്ട് ഒളിച്ചോടാണ് ട്രംപ്. എന്നാൽ ലോകരാജ്യങ്ങൾ നോക്കുമ്പോൾ, നമ്മളൊക്കെ നോക്കുമ്പോൾ കാണുന്നത് കഴിഞ്ഞ 32 ദിവസങ്ങളായി ഒരൊറ്റ ദിവസം പോലും ഇറാൻ യുദ്ധം നിർത്തിയിട്ടില്ല എന്നുള്ളതാണ്. ട്രംപ് പറഞ്ഞ എന്താ, ഒരു 5 ദിവസത്തെ വെടിനിർത്തൽ നിർത്തി, ഞങ്ങൾ അങ്ങനെ ചെയ്യുന്നില്ല ഇങ്ങനെ ചെയ്യുന്നില്ല എന്ന് പറഞ്ഞു. പക്ഷെ ഇസ്രായേലും നിർത്തിയില്ല, ഇറാനും നിർത്തിയില്ല. ഇറാൻ അങ്ങോട്ട് വിടും, ഇസ്രായേൽ ഇങ്ങോട്ട് വിടും. ചുരുക്കം പറഞ്ഞാൽ ഇവിടെ ഒരു റോളും അമേരിക്കയ്ക്ക് ഇല്ലാത്തൊരവസ്ഥയായി. അമേരിക്ക പറഞ്ഞിട്ട് ആരും കേൾക്കുന്നില്ല. ഗത്യന്തരമില്ലാതെ ഇതെങ്ങനെയെങ്കിലും ഒന്ന് ജയിക്കണമല്ലോ. അമേരിക്കയ്ക്കായിട്ട് ജയിക്കാതെ പോയി കഴിഞ്ഞാൽ നാണക്കേടുമാണ്. അതിന് ഉടനെ നാറ്റോയെ സമീപിക്കുന്നു. നാറ്റോ പറഞ്ഞു ഇവിടെ നടക്കൂല. പിന്നെ എന്ത് അവസ്ഥയുണ്ടെങ്കിലും സഹായത്തിന് വരുന്ന ബ്രിട്ടനും ഫ്രാൻസും അവർ രണ്ടുപേരും കൈയൊഴിഞ്ഞു. ഒരു ഫ്ലൈറ്റ് വന്നിട്ട് ഇറങ്ങാൻ അനുവദിച്ചില്ല. പിന്നെ എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ട് ഓടണ്ടേ, അതിനുള്ള പണിയാണ് ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം പെട്ട പെടലെന്ന് പറഞ്ഞാൽ ഇറാനിൽ അമേരിക്കയ്ക്ക് ചർച്ച ചെയ്യാൻ ആളില്ല. ഒന്നാമത് ഇറാനുമായി ചർച്ച ചെയ്തു എന്ന് പറയുമ്പോഴും ഇറാൻ അതൊക്കെ നിഷേധിക്കുകയാണ്. ഇനി അമേരിക്കയ്ക്ക് ഇറാനുമായി ചർച്ച ചെയ്യണമെന്നുണ്ടെങ്കിൽ ആരാണ് അവിടുത്തെ ഭരണാധികാരി എന്ന് അറിയണ്ടേ? 10-29 പേരുണ്ടായിരുന്ന അവിടുത്തെ പരമപ്രധാനി അടക്കമുള്ള മുഴുവൻ ആൾക്കാരെ ആദ്യം തന്നെ കൊന്നുകളഞ്ഞില്ലേ? ഇനി ആരോട് ചർച്ച ചെയ്യാനാ? അതായത് ചർച്ച ചെയ്യാൻ ഒരാളില്ല. ഇത് തീരുമാനമെടുക്കാൻ വേണ്ടി ഇറാന്റെ ഭരണാധികാരികളിൽ ആരോട് ചർച്ച ചെയ്യണമെന്നും ആരാണ് അതിന്റെ ആളെന്നും അറിയില്ല. അങ്ങനെ അറിയാത്തൊരു സിറ്റുവേഷനിൽ ആകെ പെട്ടിരിക്കുകയാണ് അമേരിക്ക. മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഇവരുടെ ചെലവാണ്. ഇറാൻ പഴയ ജാംബവാന്റെ കാലത്തെ ആയുധങ്ങളും ചെറിയ ഡ്രോണുകളുമാണ് അങ്ങോട്ട് വിട്ടുകൊണ്ടിരിക്കുന്നത്. അതായത് ഇറാൻ ഇറാഖ് കാലഘട്ടത്തിന് ശേഷം ഏത് നിമിഷവും തങ്ങളെ ആക്രമിക്കുമെന്ന് കരുതി ഇറാൻ ഉണ്ടാക്കി കൂട്ടി വെച്ചിരുന്ന മിസൈലുകളുണ്ട്, കാലഹരണപ്പെട്ട കുറെ മിസൈലുകൾ. അതൊക്കെയാണ് ഇങ്ങനെ പറഞ്ഞു വിടുന്നത്. ഇറാനെ സംബന്ധിച്ചിടത്തോളം അതൊരു ചെലവല്ല. പക്ഷെ അതിനെ പ്രതിരോധിക്കാൻ വേണ്ടി 37-40 കോടി ചെലവുള്ള പ്രതിരോധ സംവിധാനങ്ങളെ ഓരോ മിസൈലിനും ഓരോ ഡ്രോണിനും വേണ്ടി ഇസ്രായേലും അമേരിക്കയും ചെലവിടേണ്ടി വരുന്നു എന്ന് പറയുമ്പോൾ ഭീമമായ സാമ്പത്തിക ബാധ്യത അവർക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഇറാൻ ആ സാമ്പത്തിക ബാധ്യത ഇല്ല. ഇതൊക്കെ ഒഴിവാക്കേണ്ട കാര്യങ്ങൾ എന്നോ ഉണ്ടാക്കി ചില സാധനങ്ങൾ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടിരിക്കുക. അപ്പോ ഇറാന് അത്തരത്തിൽ യുദ്ധ സാമ്പത്തിക അവസ്ഥ ഇല്ല. യുദ്ധത്തിൽ തകർന്നടിഞ്ഞിട്ടുള്ള സംഭവങ്ങളെ കെട്ടിപ്പടുക്കാനും അവരുടെ മറ്റ് സംവിധാനങ്ങളെ നിലനിർത്താൻ വേണ്ടിയിട്ടുള്ള സാമ്പത്തിക നഷ്ടം അവർക്കുള്ളൂ. അത് ആ രാജ്യത്തിന്റെ വിസ്തൃതി വെച്ച് നോക്കുമ്പോൾ അത് ശരിയായിക്കൊള്ളൂ. മാത്രമല്ല, ഈ യുദ്ധം നിർത്തണമെന്നുണ്ടെങ്കിൽ, തങ്ങളുമായി കരാർ എത്തണമെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഇതൊക്കെ നിങ്ങൾ പൊളിച്ചിട്ടതൊക്കെ തിരിച്ചെടുക്കാനുള്ള സാമ്പത്തികം ഞങ്ങൾക്ക് തന്നാൽ മാത്രമേ ഞങ്ങൾ നിർത്തൂ, നഷ്ടം തന്നാൽ മാത്രമേ ഞങ്ങൾ നിർത്തൂ എന്ന് പറയുമ്പോൾ അവിടെയും അമേരിക്ക പെട്ടിരിക്കുകയാണ്. അതായത് വലിയ സാമ്പത്തിക ചെലവുണ്ട് ഇറാന്റെ യുദ്ധത്തെ പിടിച്ചു നിർത്താൻ. ഇറാൻ അയക്കുന്ന മിസൈലുകളോ അതല്ലെങ്കിൽ ഡ്രോണുകളോ അവയെ തടഞ്ഞു നിർത്താൻ വേണ്ടി അല്ലെങ്കിൽ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് വലിയ സാമ്പത്തിക ചെലവാണ് ഇസ്രായേലിനും അമേരിക്കയ്ക്ക് താങ്ങാൻ കഴിയാത്ത ചെലവാണ്. അതായത് എന്ന് തീരുമെന്ന് ഉറപ്പൊന്നുമില്ല. ഇറാനെ സംബന്ധിച്ചിടത്തോളം എത്ര കാലം വേണമെങ്കിലും യുദ്ധം ചെയ്യാവുന്ന ലെവലിലാണ് നിൽക്കുന്നത്. അമേരിക്കയ്ക്ക് അത് പറ്റില്ല. അമേരിക്കയ്ക്ക് ഒരു 7 ദിവസം കൊണ്ട് അല്ലെങ്കിൽ ഒരു 4 ദിവസം മുതൽ 7 ദിവസം കൊണ്ട് ഒരു രാജ്യത്തെ തുമ്പില്ലാതാക്കിയിട്ട് പോകണം. ഇപ്പൊ വെനിസുല ചെയ്ത് നമ്മൾ കണ്ടില്ലേ, പെട്ടെന്ന് മണിക്കൂറുകൾ കൊണ്ട് അത് തീർന്നു. ഇറാഖിൽ 4 ദിവസം കൊണ്ട് കഴിഞ്ഞു. ഇവിടെ പരമാവധി ഒരാഴ്ച കൊണ്ട് തീരുമെന്നാണ് പ്രതീക്ഷിച്ചത്. പക്ഷേ ഇത് കളി മാറി. ഇത്രയധികം ദീർഘകാലം ഒരു യുദ്ധം ചെയ്യാനുള്ള ഒരു ശേഷിയൊന്നും അമേരിക്കയ്ക്കോ മറ്റുള്ളവർക്കൊന്നും ഇല്ല. ആദ്യത്തെ തന്നെ ആ ഒരു ആവേശത്തിൽ അവർ വന്നു, 2 പൊട്ടിക്കുന്നു, ഭരണാധികാരി കൊല്ലുന്നു, അത് ഉടനെ ഭരണകൂടം അവിടുത്തെ രാജ്യം അവർക്ക് കീഴ്പ്പെടുന്നു. പിന്നെ അവിടെയുള്ള കുടുമുടുക്കെല്ലാം കൂടെ വാരിക്കൊണ്ട് പോകുന്നു. ഈ ചരിത്രം അവർക്ക് അറിയുള്ളൂ. പക്ഷെ ഇറാൻ അത് മാറ്റിമറിച്ചിടുകയാണ്. അവിടെ ഏത് ഭരണാധികാരിയെ കൊന്നാലും ആരൊക്കെ എങ്ങനെയൊക്കെ നിങ്ങൾ ചെയ്തു കഴിഞ്ഞാലും ഇത് ഒരു നടക്കി പോകില്ല എന്നിപ്പോ അമേരിക്ക തെളിയാണ്. എനിക്ക് തോന്നുന്നു ഇത്രയും നാണം കെട്ട ഒരവസ്ഥ അമേരിക്കയ്ക്ക് ഇതുവരെ ഉണ്ടായിട്ടില്ല എന്നുള്ളത്. എങ്ങനെയെങ്കിലും ഇത് നിർത്തിപ്പോയാൽ മതി എന്ന് ഉള്ളൊരവസ്ഥ. അത് തന്നെ മറ്റുള്ളവർ അറിയാതിരിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ വിജയിച്ചു എന്ന് പറയുന്നുണ്ട്. ഇതിനിടയ്ക്ക് ഹോർമോസിന്റെ കാര്യം പറയുന്ന കേട്ടു. അത് 2 ദിവസം 3 ദിവസം കഴിഞ്ഞപ്പോൾ ഹോർമോസ് അടച്ച സമയത്ത് 4 ദിവസം കൊണ്ട് തുറന്നോണം, ഇല്ലെങ്കിൽ അങ്ങ് മൂക്കി കെട്ടുന്നൊക്കെ അമേരിക്ക പറയുന്നത് കേട്ടു. എവിടെ? ഇറാൻ അതൊന്നും കേട്ടിട്ട് മൈൻഡ് ചെയ്തിട്ടില്ല. അതായത് അമേരിക്കയുടെ ഒരു ഭീഷണിയും ഏൽക്കുന്നില്ല. അമേരിക്കൻ ഏതോ പട്ടാളം ഇറങ്ങിയിട്ട് ഏതൊക്കെ ആൾക്കാർ എന്തൊക്കെ ഷിപ്പ് കൊണ്ടുവന്നിട്ട് ഇതേ ഞങ്ങൾ ഹോർമോസ് തുറന്നിടാൻ പോകണം, അതിനുള്ള കഴിവ് ഞങ്ങൾക്കുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് എത്ര ദിവസം കഴിഞ്ഞു? 2-3 ആഴ്ച അത് പറഞ്ഞിട്ട് കഴിഞ്ഞു. ഇതുവരെ അങ്ങനെ ഒരു പട്ടാളത്തെ വന്നില്ല. 2 കപ്പലുകൾ വന്നിരുന്നു. ആ വന്നതൊക്കെ ഇറാൻ തല്ലി ഓടിച്ചു, അതിന് പരിക്ക് പറ്റി അത് പോയേക്കാണ്. അതായത് നിലവിലുള്ളൊരു അവസ്ഥയിൽ ഇനി കരയുദ്ധം തുടങ്ങുന്നു എന്ന് പറയുന്നുണ്ട്. അത് തുടങ്ങുന്നതിന് മുമ്പുള്ള വീമ്പിളക്കലാണോ ഇപ്പൊ നടക്കുന്നതെന്ന് അറിയാൻ വയ്യ. ഏതായാലും യുദ്ധത്തിൽ നിന്ന് ഒളിച്ചോടണം എന്നുള്ളത് അമേരിക്കയ്ക്ക് ഇപ്പൊ ആവശ്യമാണ്. കാരണം ഓരോ ദിവസവും അത്രത്തോളം യുദ്ധച്ചെലവുകൾ അവർക്ക് വരുന്നുണ്ട്, ആയുധ നഷ്ടം ഉണ്ടാകുന്നുണ്ട്. ഇറാൻ ആകട്ടെ അത്രത്തോളം ഉണ്ടാക്കി കൂട്ടി വെച്ചിരിക്കുന്നുണ്ട്. അവർക്കൊരു പ്രയാസമില്ല. എത്ര കൊല്ലം യുദ്ധം ചെയ്താലും തീരാൻ പറ്റാത്ത അത്രത്തോളം ആയുധങ്ങൾ ഉണ്ടാക്കി കൂട്ടി വെച്ചിട്ടുണ്ടെന്നാണ് മനസ്സിലാകുന്നത്. ഭരണകൂടത്തെ തന്നെ ഇല്ലാതാക്കിയിട്ടും അവരുടെ സൈനിക ആസ്ഥാനങ്ങളും മറ്റ് സ്ഥലങ്ങളും ഒക്കെ തകർത്തിട്ടും എന്തൊക്കെ തകർത്തു എന്ന് പറഞ്ഞിട്ടും അവിടെ നിന്നും ഇവിടെ നിന്നൊക്കെ പൊന്തി വരുന്ന മിസൈലുകൾ കണ്ട് ഞെട്ടിയിരിക്കുകയാണ് ഇപ്പൊ അമേരിക്ക. അതായത് ഇപ്പോ പറയുന്നത് ഞങ്ങൾ യുദ്ധം സർവാത്മന ജയിച്ചു കഴിഞ്ഞു, അതുകൊണ്ട് ഞങ്ങൾ ഇതേ നിർത്തിയിട്ട് പോവുകയാണ്. എന്തൊരു നാണം കെട്ട പരിപാടിയായിപ്പോയല്ലേ. പക്ഷെ ഇവിടെ കുടുങ്ങിയത് അറേബ്യൻ രാജ്യങ്ങളാണ്. കാര്യം ഈ അമേരിക്കയെ വിശ്വസിച്ചുകൊണ്ട് കുറച്ചെണ്ണം അവിടെ
ബേസും കാര്യങ്ങളൊക്കെ വെച്ചു കൊടുത്തു. ഇനിയിപ്പോ എന്താ അവരുടെ അവസ്ഥ എന്നാണ് ആലോചിക്കുന്നത്. ആ ബേസുകളൊക്കെ ഇറാൻ തകർത്തു. ഇനിയിപ്പോ അമേരിക്കയുടെ സഹായം കിട്ടില്ല എന്ന് ഈ പറഞ്ഞ രാജ്യങ്ങൾക്കൊക്കെ, GCC രാജ്യങ്ങൾക്കെല്ലാം ബോധ്യമാവുകയും ചെയ്തു. അപ്പൊ അവരാണ് ഇപ്പൊ അരക്ഷിതാവസ്ഥയിൽ എത്തിയത്. അതായത് അമേരിക്കയ്ക്ക് അവസരം കൊടുക്കുകയും ചെയ്തു, ഇറാനിട്ടത് പൊളിക്കുകയും ചെയ്തു. ഇപ്പൊ അമേരിക്കയായിട്ട് കാലം മാറുകയും ചെയ്തു. ഇവർ എന്ത് ചെയ്യണമെന്ന് അറിയാത്തൊരവസ്ഥ. ഇനി ഇറാന്റെ തന്നെ കാല് പിടിച്ചുകൊണ്ട് ലേലുല്ലു എന്ന് പറഞ്ഞ് എല്ലാവരും കൂടെ ഒരുമിച്ച് നിൽക്കുകയായിരിക്കും നല്ലത്. അതായത് ഇപ്പോ ഈ യുദ്ധത്തിന്റെ ഒരു റിസൾട്ട് എന്ന് പറയുന്നത് അമേരിക്കൻ ബേസുകളെല്ലാം ഉണ്ട്, കുറെ എണ്ണയൊക്കെ ആയിട്ട് ഇങ്ങനെ അറേബ്യൻ ദേശം ഇങ്ങനെ പിടിച്ചടക്കി വെച്ചിരുന്ന അമേരിക്കയുടെ ആ ഒരു അപ്രമാദിത്വം അവസാനിച്ച് കെട്ടും കെട്ടി പെട്ടിപൂട് മടക്കി ഇറങ്ങിപ്പോകുന്ന ഒരു സാഹചര്യമാണ് ഇറാനുമായിട്ടുള്ള അടിയിൽ ഇപ്പൊ അമേരിക്ക നേടിയിട്ടുള്ള സമ്പാദ്യമെന്ന് മൊത്തത്തിലൊന്ന് വായിച്ചാൽ മനസ്സിലാവും. പിന്നെ ഇസ്രായേലിന്റെ സമഗ്രമായിട്ടുള്ള തകർച്ചയും. Different angles. Don't forget to subscribe and support this channel.